ഞാനിപ്പോൾ ഉള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഇഷ്ടിക ഗോപുരത്തിന് മുന്നിലാണ് കുത്തബ് മിനാർ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനപ്പോൾ അങ്ങനെ ഫൈനലി ഡൽഹിയിൽ എത്തിയിരിക്കുവാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരെ എന്തായാലും അടുത്തുള്ള ഒരു കുത്തബ് മിനാർ കാണാമെന്ന് പറഞ്ഞ് പോവാം. മെട്രോ ആശ്രയിക്കാം, അതാ നല്ലത്. മെട്രോയിൽ കയറണമെങ്കിൽ ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് കാണണ്ടേ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ടിക്കറ്റ് എടുത്തായിരുന്നു. കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ഇവിടെ നിന്ന് ആദ്യം ഡൽഹി, പിന്നെ ഡൽഹിയിൽ നിന്ന് പഞ്ചാബ്. ഞാൻ പഞ്ചാബാണ് ആദ്യം പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. ഫ്ലൈറ്റ് ഡിലേ കാരണം മൊത്തത്തിൽ പെട്ടുപോയി. അങ്ങനെ ഡൽഹിയിൽ ഞാൻ രാവിലെ എത്തിയത്. എനിക്ക് പിന്നെ നൈറ്റാണുള്ളത്. ചുമ്മാ ഇരിക്കണ്ടെന്ന് വെച്ചിട്ടാണ് എന്തായാലും ഒന്ന് കുത്തബ് മിനാർ കാണാമെന്ന് വെച്ചാൽ. പിന്നെ പോകുന്ന ഇത് കണ്ടില്ലേ, നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് ചെറിയ ചെറിയ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓംലേറ്റ്, ഒരു കട്ട്ലേറ്റ്, പിന്നെ ഒരു ഉള്ളിക്കറി, പിന്നെ ഒരു ബണ്ണ്, യോഗേർട്ട്, ഇതൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും കഴിച്ച് ഞാൻ പിന്നെ ചെറുതായിട്ടൊന്നങ്ങ് മയങ്ങി. ഫുഡ് കൊള്ളായിരുന്നു, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ചെറിയൊരു ഉറക്കം പാസ്സാക്കി എണീറ്റപ്പോൾ തന്നെ കിടിലൊരു വ്യൂ കണ്ടു. അതും കണ്ട് വീണ്ടും അങ്ങ് കിടന്നുറങ്ങി. പിന്നെ എണീറ്റപ്പോൾ തന്നെ ഡൽഹി എത്തി. നൈറ്റ് 8 മണിക്കാണല്ലോ ഫ്ലൈറ്റ് അടുത്ത പഞ്ചാബിലോട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെട്രോയിൽ കയറി അങ്ങ് ഇറങ്ങി. ന്യൂഡൽഹിയിലാണ് അടുത്ത് ഇറങ്ങുന്നത്. അങ്ങനെ മെട്രോന്ന് ഇറങ്ങി ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങുവാണ്. ടുവേർഡ്സ് എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ ഓൺലി. ഈ പോകുന്നൊരു അന്തവും കുന്തവും ഇല്ലാതെയാണ്. കാരണം വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങോട്ട് പോകണമെന്ന്. കുത്തബ് മിനാറാണ് പോകേണ്ടതെന്ന് മാത്രം അറിയാം. എങ്ങനെ ഇനി പോകണമെന്ന് എനിക്കറിയത്തില്ല. ഓട്ടോയിൽ കയറാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ചുറ്റും എന്താ പെട്ടെന്ന് വന്നിങ്ങനെ പറയുവാണ്, കയറ് കയറ് എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്നാണെങ്കിൽ അങ്ങോട്ട് പോയി ചോദിച്ച് തലവയ്ക്കാൻ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെയും കുറച്ചങ്ങോട്ട് നടന്ന് അവിടെ എന്തൊക്കെയാണോ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ എന്തോ വില 350 എന്നൊക്കെ എഴുതിക്കണം. അതെന്താന്ന് നോക്കാം. ഷൂക്ക് 350 രൂപ. കൊള്ളാമല്ലേ? ഗൂഗിൾ മാപ്പിലാണെങ്കിൽ ലൊക്കേഷൻ നോക്കിയപ്പോൾ അടുത്താണ് കാണിച്ചത്. അതുകൊണ്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പം നടന്നു പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാമല്ലോ. അങ്ങനെയാണ് ഇതാ കണ്ടില്ലേ, ഒരു ചേട്ടനാണെങ്കിൽ പ്രാവിനിങ്ങനെ തീറ്റ കൊടുക്കുന്നു, അതിങ്ങനെ പറന്ന് വന്നിരിക്കുന്നു, എല്ലാം കൂടെ ഇങ്ങനെ പറന്ന് പോകുന്നു. കാണാൻ തന്നെ അടിപൊളിയാണ്. അതും കണ്ട് ഞാൻ കുറച്ച് നേരം നിന്നപ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, 20 രൂപ മതി കുത്തബ് മിനാറാക്കി തരാമെന്ന്. ഓക്കെ, എന്നാൽ പിന്നെ അതിൽ കയറി അങ്ങ് നേരെ കുത്തബ് മിനാറിലോട്ട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ആദ്യം ടിക്കറ്റ് എടുക്കുക. ഓൺലൈൻ ആണെങ്കിൽ 35 രൂപയാണ്, ഓഫ്ലൈൻ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലാണ്. പിന്നെ കയറുമ്പോൾ തന്നെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പുറകിലൊരു സ്റ്റോറിയുണ്ട്. ഈ കാണുന്നില്ല മനോഹരമായ ഇഷ്ടിക ഗോപുരം, ഇത് നിർമ്മിക്കപ്പെട്ടത് 1199-ലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 2026 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 827 വർഷമാണ് ഇപ്പോൾ നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. എന്നിട്ടും ഇതിങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്ന കണ്ടില്ലേ. അന്നത്തെ സുൽത്താനായ ഖുത്ബുദ്ദീൻ ഐബക്കാണ് ഇത് പണിതത്. ഈ പുള്ളിക്കാരൻ പണിതപ്പോൾ ആദ്യത്തെ ഒരു നില മാത്രമാണ് പണിതത്. പിന്നെ പുള്ളിക്കാരൻ്റെ പിൻഗാമികളാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും നിലയും പണിതത്. ഇവിടെ കാണുന്ന എല്ലാ പില്ലേഴ്സും അതുപോലെ തന്നെ ഗോപുരവും എല്ലാം ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുവന്ന മണലും കല്ലുകളും മാർബിളും ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ചുവർ ചിത്രങ്ങളിലേക്ക് ഖുറാനിലെ വചനങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബാക്കി പിൻഗാമികളാണ് പണിതതെന്ന്. ആ ഒരു പുള്ളിക്കാരൻ ഇൽത്തുമിഷിൻ്റെ ടോംബാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, ഇത് പണിത ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ ടോംബ് എവിടെയാണ്? അതങ്ങ് ലാഹോറിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ. ഡേ 2 ഇൻ പഞ്ചാബ്. അപ്പോൾ എന്തായാലും പോവാം പഞ്ചാബ് വിളിക്കാം.